ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ കംപ്ലീറ്റ്നെസ് ഓഫ് ആർ എൻ ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് എൽ ഇൻഫിനിറ്റി ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി മറ്റൊരു മെട്രിക് സ്പേസ് ആണ് സി എന്ന് പറയുന്നത്, വിച്ച് ഈസ് സ്പേസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ കൺവേർജൻറ്റ് സീക്വൻസസ് ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ ഓർ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പം ഇത് എൽ ഇൻഫിനിറ്റിയുടെ ഒരു സബ്സെറ്റായിട്ട് വരും. ഇതിലുള്ള മെട്രിക് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഫ്രം എൽ ഇൻഫിനിറ്റി. എൽ ഇൻഫിനിറ്റിയിൽ ബൗണ്ടഡ് സീക്വൻസസ് ആണുള്ളത്, ഇവിടെ കൺവേർജൻറ്റ് സീക്വൻസസ്. എവറി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. സോ സി ഈസ് എ സബ്സെറ്റ് ഓഫ് എൽ ഇൻഫിനിറ്റി ആൻഡ് ദ മെട്രിക് ഈസ് സുപ്രീമം മെട്രിക്, സുപ്രീമം ഓവർ ജെ സൈ ജെ മൈനസ് മോഡുലസ് ഓഫ് സൈ ജെ മൈനസ് ഈറ്റ ജെ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന സെയിം എൽ ഇൻഫിനിറ്റിയിലുള്ള സെയിം മെട്രിക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത, നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെയല്ല പ്രൂഫിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത്. ഇവിടെ എൽ ഇൻഫിനിറ്റിയുടെ സബ്സെറ്റ് ആയിട്ടുള്ള സി കംപ്ലീറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ മുമ്പ് കഴിഞ്ഞ സെക്ഷനിൽ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം ഒരു സബ്സ്പേസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ സബ്സെറ്റ് സി എന്ന് പറയുന്നത് എൽ ഇൻഫിനിറ്റിയുടെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇനഫ് ടു ഷോ ദാറ്റ് വി ഷോ ദാറ്റ് സി ഈസ് ക്ലോസ്ഡ് ഇൻ എൽ ഇൻഫിനിറ്റി. ക്ലോസ്ഡ് സബ്സെറ്റ് ആണെങ്കിൽ എൽ ഇൻഫിനിറ്റി കംപ്ലീറ്റ് ആണെന്ന് നമുക്കറിയാം. ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു ഐഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് പ്രൂവ് ചെയ്താൽ മതി? സി ക്ലോഷർ ഈക്വൽ ടു സി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്കറിയാം സി ഓൾവേസ് സബ്സെറ്റ് ഓഫ് സി ക്ലോഷർ ആണ്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് സി ക്ലോഷർ സബ്സെറ്റ് ഓഫ് സി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് സി ക്ലോഷറിലുള്ള ഒരു എലമെൻ്റ് എടുത്താൽ അത് സിയിലും കൂടെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഫോളോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വി കൺസിഡർ ആൻ എലമെൻറ്റ് എക്സ് ബിലോങ്സ് ടു സി ക്ലോഷർ. ഓക്കെ, ദെൻ സി ക്ലോഷറിലൊരു എലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിലൊരു സീക്വൻസ് ഉണ്ടാവും. ഏതൊരു എലമെൻറ്റ് സി ക്ലോഷറിലുള്ള ഏതൊരു എലമെൻറ്റിലേക്കും കൺവേർജ് ചെയ്യുന്ന രീതിയിലൊരു സീക്വൻസ് ഉണ്ടാവും സിക്കകത്ത്. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് എ സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് xn belongs to C such that xn converges to x എന്നുള്ളത് നമ്മൾ സി ക്ലോഷറിലെടുത്ത ആർബിട്രറി എലമെൻ്റ് ആണ്. അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിലൊരു കൺവേർജൻസ് സീക്വൻസ് സിയിൽ എക്സിസ്റ്റ് ചെയ്യും. ബൈ കൺവേർജൻസ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists n such that whenever n greater than n and for all j നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. whenever n greater than n ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xn ആൻഡ് x ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നമ്മൾ പറയാറ്. ബട്ട് വി ക്യാൻ ഈവൻ ചൂസ് എപ്സിലോൺ ബൈ 3. ഈ ഒരു പ്രൂഫിൽ നമ്മൾ എപ്സിലോൺ ബൈ 3 ആണ് ചൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾസോ ട്രൂ. നമ്മൾ മുമ്പ് ഒരു കേസിൽ എപ്സിലോൺ ബൈ 2 ചെയ്ത കേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഏതൊരു എപ്സിലോണിനേക്കാളും ചെറുതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എപ്സിലോൺ ബൈ 3യേക്കാളും ചെറുതാക്കാനും പോസിബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ സിൻസ് ദിസ് distance between xn and x is less than epsilon by 3. ഓക്കെ, എപ്സിലോൺ ബൈ 3യേക്കാൾ ചെറുതാണ്. നമുക്കറിയുന്നൊരു കാര്യം, ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xn ആൻഡ് x ഈസ് ആക്ച്വലി എ സുപ്രീമം ഓഫ് സൈ ജെ എൻ മൈനസ് സൈ ജെ ആണ്. ഈ സുപ്രീമം ഓവർ ജെ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണെങ്കിൽ അതിലുള്ള ഓരോ എലമെൻസും ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 വരും. അതായത് സുപ്രീമം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഹയസ്റ്റ് വാല്യൂ ഓർ മാക്സിമം പോലെയുള്ള കാര്യമാണ് വരുന്നത്. ഹയസ്റ്റ് വാല്യൂ തന്നെ എപ്സിലോൺ ബൈ 3 ആണെങ്കിൽ ദോസ് വാല്യൂസ് ആർ ഗോയിങ് ടു ബി ദീസ് വാല്യൂസ് മോഡുലസ് ഓഫ് സൈ ജെ ഓഫ് എൻ മൈനസ് സൈ ജെ ഈസ് ഓൾസോ ഗോയിങ് ടു ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. ഓക്കെ, സോ ഇത് എപ്സിലോൺ ബൈ 3 ആണെന്ന് കിട്ടി. ഇനി മറ്റൊരു കാര്യം, ഇതിൽ നമ്മൾ മുമ്പത്തെ പ്രൂഫിലെല്ലാം ചെയ്തിരുന്ന പോലെ xn belongs to C ആയതുകൊണ്ട്, what is mean by C belongs to C for fixed n, ഇവിടെ നമുക്ക് j can be chosen for any n. xm എന്നുള്ള സീക്വൻസിൽ nth ടേം എടുത്തു, ക്യാപിറ്റൽ nth ടേം. ഓക്കെ, അപ്പം അത് ബിലോങ്സ് ടു C ആയതുകൊണ്ട് ദാറ്റ് മീൻസ് അത് കൺവേർജൻ്റ് ആയതുകൊണ്ട്, C എന്ന് പറഞ്ഞാൽ കൺവേർജൻറ്റ് സീക്വൻസിൻ്റെ കളക്ഷനാണ്. അത് കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിലുള്ള ടേംസ് ഈ xn എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു സീക്വൻസ് ആണ്. ദാറ്റ് ഈസ് സീക്വൻസ് ഓഫ് സീക്വൻസസ്. ഓക്കെ, അതിലുള്ള ആ സീക്വൻസിലെ nth ടേമാണ് xn. ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ബി xn of 1 or x1 of
n psi 1 of n, psi 2 n, psi 3 n ഈ രീതിയിലാണ് അത് പോവുക. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ ദാറ്റ് എലമെൻറ്റ്സ് ആർ psi j, its terms are psi j n. That will form a convergent sequence. Okay, that its terms will form a, അതായത് ഇത് psi 1 of n എന്ന് പറയുന്നത് that itself is a sequence, will form a convergent sequence. Psi 1 of അതായത് ഇതൊരു സീക്വൻസ് ആണ്, അതിലെ കമ്പോണൻസ്, ഈ സീക്വൻസ് കൺവെർജൻ്റ് ആയതുകൊണ്ട് അതിലെ കമ്പോണൻസ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി എ കൺവെർജൻറ്റ് സീക്വൻസ്. ഓക്കെ, ദെൻ കൺവെർജൻറ്റ് സീക്വൻസ് ആണ്. സച്ച് എ സീക്വൻസ് ഈസ് കോഷി ആസ് വെൽ. കൺവെർജൻറ്റ് സീക്വൻസസ് എല്ലാം കോഷിയാണ്. ഹെൻസ് ദർ എക്സിസ്റ്റ് n1 സച്ച് ദാറ്റ് ദിസ് മോഡുലസ് ഓഫ് psi j n മൈനസ് psi k n ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. അതായത് നമ്മൾ എം എൻ എടുക്കുന്നതിന് പകരം ഇവിടെ ജെ ആൻഡ് കെ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ദിസ് ഓൾസോ വിൽ ഹാപ്പൻ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇത് കിട്ടിയിട്ടുള്ളത് വി ആർ അസ്യൂമിങ് എക്സ് എൻ ഈസ് കൺവെർജൻറ്റ് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് വിൽ ഗെറ്റ് ദിസ് വൺ. ഇനി എക്സ് എം എന്നുള്ള സീക്വൻസിൻ്റെ കമ്പോണൻസ് വിൽ ഫോം അനദർ കൺവെർജൻറ്റ് സീക്വൻസ്. അത് കോഷിയാണ്. കൺവെർജൻറ്റ് സീക്വൻസ് റിയൽ ലൈനിൽ റിയൽ സീക്വൻസ് ആണ്, അത് കോഷി ആയിരിക്കും. അത് കോഷി ആയതുകൊണ്ട് വിൽ ഗെറ്റ് ദിസ് ആസ് വെൽ. നൗ വിൽ യൂസ് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി. ഈ രണ്ട് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ വിൽ യൂസ് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി. that is for any j and k greater than n1 this will happen. For any j and k greater than n1 psi j minus psi k, അതായത് എക്സിലുള്ള രണ്ട് കമ്പോണൻസ് ആണ് വരിക. psi j മൈനസ് psi k ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi j മൈനസ് psi j പവർ n പ്ലസ് ഈ ഒരു ഇത് ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ആദ്യം സബ്ട്രാക്ട് ചെയ്തു പിന്നെ ആഡ് ചെയ്തു. ഇതുപോലെ psi k ഓഫ് n സബ്ട്രാക്ട് ചെയ്തു ആഡ് ചെയ്തു psi k. സോ നമുക്ക് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി വേണ്ട രീതിയിൽ മോഡുലസ് എടുത്തുകൊണ്ട് ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3, ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3, this is also less than epsilon by 3. So sum of all these threes will be less than epsilon. So what we are getting is for any j and k greater than a fixed n1, for any epsilon greater than 0 we get an n1 such that whenever j and k greater than n1 this value is going to be less than epsilon. This shows that this sequence is convergent. psi j's ന്റെ സീക്വൻസ് കൺവെർജൻ്റ് ആണ്. കൺവെർജൻ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ psi j's വെച്ചിട്ടല്ലേ നമ്മൾ എക്സ് ഫോം ചെയ്തിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു psi 1 psi 2 ഇങ്ങനെയല്ലേ ഫോം ചെയ്തത്. ഇത് കൺവെർജൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ബിലോങ്സ് ടു സി, എക്സ് ബിലോങ്സ് ടു സി എന്ന കൺക്ലൂഷനിലേക്ക് എത്തും. ഓക്കെ, സോ വെനെവർ എക്സ് ബിലോങ്സ് ടു സി ക്ലോഷർ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു സി. ദാറ്റ് മീൻസ് സി ഈസ് എ closed subset of L infinity, hence it is complete. Okay.